അപ്പോഴേ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ എപ്പോഴും വന്ന ആളാട്ടാ അജീഷ് പറവൂർ, ഒന്ന് വിനീതാണ്. വിനീത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ വേറൊരു രഹസ്യം പറയട്ടെ, വിനീത് വെജിറ്റേറിയനാണ് കേട്ടോ. അത് കാരണം നമ്മളെ പറ്റിച്ചേക്കണേണത്. വിനീത് നമ്മളെ പറ്റിച്ചേക്കണയാണ്. വെജിറ്റേറിയൻ ഞാൻ എന്തുണ്ടാക്കാനാണ് ഒരുമാരൊക്കെ ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനീതാണ് എൻ്റെ ചാനലിന് വേണ്ടി കൂടുതലും അധ്വാനിച്ചേക്കണ ആളാട്ടാ. പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം വിനീതാണ് എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാറില്ല, ഒന്നും പറ്റില്ല കഴിക്കാൻ. എൻ്റെ അടുത്ത് എല്ലാം നോണായിരിക്കും. അപ്പോൾ ഇന്ന് വെജിറ്റബിളൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാം. അജീഷ് ഇടയ്ക്ക് വന്നാ കേട്ടാ. മതിയാ? ചാറുണ്ട് കേട്ടോ. കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് കൂട്ടിയതാണ്. ഒഴിക്കട്ടെ. നമുക്ക് വെജിറ്റബിൾ ആദ്യം വിളമ്പാം. ഇത് അച്ചിങ്ങയാണ്. സാധാരണ അച്ചിങ്ങയിലേ ചെമ്മിനിട്ടാണ് ടൈം വെക്കുന്നത്. വിനീതിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് ചെമ്മിനൊന്നും ഇട്ടിട്ടില്ല. ഇത് പനീറാണ്. പനീർ വേണ്ട, വിനീതിന് ഇട്ടെ. വിനീതൊക്കെ എപ്പോഴും കഴിക്കണമല്ലോ അല്ലേ ഇത്. പിന്നെ അച്ചാറിട്ട് കൊടുക്കാം. പപ്പടം പിന്നെ ഇല്ലേ 2 എല്ലാം തീർത്തു. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ കഴിഞ്ഞിട്ടാ. കഴിഞ്ഞു. ഇനിയുള്ളത് നോണാണ് കേട്ടോ. നോണ് ഉണ്ടാക്കിയേക്കണത് മീൻ വറുത്തതാണ്, പിലോപ്പി വറുത്തതാണ്. എടുത്തോ, ഞാൻ മൂടി വെച്ചോട്ടെ. ഇത് ചെമ്മീൻ വളർത്താണ്. പിന്നെ ബീഫ് എന്തായാലും ഉണ്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ എടുത്തോട്ടാ. മൂടി ഇത് കാസറോൾ ആയതുകൊണ്ട് തണുക്കൂല, അത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വീന്താലും ഉണ്ട്. ഇനി ഇതിനൊരു പ്രശ്നം ഇട്ടേ. വീന്താലുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വെജിറ്റബിളും നോൺ വെജും എല്ലാം കൂടിയ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി നുറുക്കലിൻ്റെ ചടങ്ങിലേക്കാണ് കേട്ടോ ഞാൻ കടന്നിക്കണത്. പള്ളിപ്പെരുന്നാളിൻ്റെ തലേദിവസമാണ്. തലേദിവസത്തെ തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇറച്ചി നുറുക്കൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോഴേ ഒരു 5-8 കഷ്ണം മീൻ വറുത്തെടുക്കണേ കേട്ടോ. പിലോപ്പിയാണ്. നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ 1 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പൊടികളെല്ലാം ചേർത്തു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്തിരി പേസ്റ്റ് ചേർത്തു. ഇത്തിരി ചെറുനാരങ്ങ നീര്, പിന്നെ ഇത്തിരി മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മീറ്റ് മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് 1 മണിക്കൂർ മുമ്പ്. ഒന്ന് മുരിയട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻ വറുത്തൊക്കെ റെഡി ആയിട്ടാ. അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞു. എല്ലാ സൈഡും ഞാൻ മറച്ചും തിരിച്ചൊക്കെ ഇട്ട് മുരിച്ചെടുത്തു. തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. ചെമ്മീനൊന്നും ഇട്ടിട്ടില്ല, കാരണം ഇവിടെ ഇന്ന് പള്ളിപ്പെരുന്നാളിന് നമ്മുടെ ക്യാമറമാൻ്റെ ഒരു ഫ്രണ്ട് വെജിറ്റേറിയനാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞാൻ ചെമ്മീനൊന്നും ഇടാതെയാണ് അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയാക്കിയത്. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി റെഡിയായി. ഞാനൊരു ചാറ് കൂട്ടി കേട്ടോ. കുമ്പളങ്ങായും മാങ്ങായും കൂടി ഉള്ള ഒരു ചാറാണ്. നല്ല കുറുകുറ ചാറാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുറുകിയ ചാറാണിത്. അപ്പം നമ്മുടെ ചാറ് സ്പെഷ്യൽ ഇതാണ്. കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് കൂട്ടിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ബീഫ് വീന്താലും ആണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണിത്. രാവിലെ ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി വെച്ചു. അതിനുശേഷം ഇപ്പോൾ എടുക്കാൻ നേരത്തെ ഒന്നും കൂടി അത് തിളപ്പിക്കണതാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി മാറ്റാം. അപ്പോൾ പെരുന്നാളിന് ഈ ബീഫ് വീന്താലില്ലാത്ത പരിപാടിയില്ല കേട്ടോ. ഒന്നും വെച്ചില്ലെങ്കിൽ ഇത് വെക്കും. ഇതാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ 1-2 പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ വീന്താലിൻ്റെ റെസിപ്പി ഞാനൊന്നും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ചെമ്മീൻ വെളുത്തിയതാണ് കേട്ടോ. നാരൻ ചെമ്മീനാണ്. നാരൻ ചെമ്മീനും ഇത്തിരി തേങ്ങാക്കൊത്തനും കൂടി ഇട്ട് വെച്ച് റെഡിയാക്കിയതാണ്. ഇത്തിരി ഗ്രേവി സവാളയൊക്കെ ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തതാണ്. ഒരു സ്പെഷ്യലി ചെമ്മീൻ ഉലർത്താണ്. നാടൻ രീതിയിൽ ഉലർത്തിയതാണ്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇത്തിരി ചിക്കൻ വറുക്കാൻ പോവാണ്. ചിക്കനപ്പം ഞാൻ വേവിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇതുണ്ടാ മസാലയൊക്കെ പുരട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ട് പതുക്കെ ഒരു ചെറു തീയിൽ വേവിച്ചെടുത്ത് ആണ് കേട്ടോ. അപ്പോൾ വെന്തിരിക്കണം ചിക്കനാണ്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടും ഉണ്ടാവും, പെട്ടെന്ന് ആകുകയും ചെയ്യും. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും മസാലയൊക്കെ പിടിച്ചേക്കണോണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വറുത്ത ഒന്ന് പതുക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി, കാരണം വെന്ത ചിക്കനാണിത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. വേവിച്ചിട്ടും വറുക്കും. മോരിയട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. വെന്തതായതുകൊണ്ട് അധികം മൊരിയണ്ട. ഓൾറെഡി വെന്ത സാധനമാണിത്. 2 സൈഡും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈയും റെഡിയായി. അപ്പോഴേ ഇന്ന് പെരുന്നാൾ ദിവസം രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന ഇഷ്ടാതിഥികളാണ്. ഇവർക്കേ ഉച്ചക്കൊരു പരിപാടി ഉണ്ടായി. അത് കാരണം ഉച്ചക്ക് വന്നില്ല. ഉച്ചക്ക് ഇവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ഹബീബയുടെ നിക്കാഹായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇവിടെ പെരും മഴയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ചാൽ അവർ പോകാൻ പോണത്.
അപ്പോൾ നമുക്ക് എനിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാം. ഇത് ഫെലിക്സ് ആണ്, ഇത് എൻ്റെ മോനാണ്, ഇത് നിജിലാണ്, ഉദ്യോഗസ്ഥനായിട്ടാ ജോലിയൊക്കെ കിട്ടി ചെന്നൈയിലാണ്. പിയൂസാണ്, സിൻഡ്രി, ആഷ്ലി. ഇത് ഞങ്ങളുടെ നാട്ടുകാരനാട്ടോ, കുമ്പളക്കാരനാണ് കേട്ടാ. അപ്പൊ എല്ലാരും കൂടി കഴിക്കാൻ പോണേ, ഞങ്ങൾ ഉള്ളതൊക്കെ കൊണ്ട് ഓണം പോലെ കഴിക്കാൻ പോണേട്ടാ. അപ്പൊ ഉച്ചക്ക് നമുക്ക് വെജിറ്റബിൾ ഒക്കെ ഉണ്ടായി. ഒരു വിനീത് ഉണ്ടായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ഉള്ളി നോണാണ് കേട്ടോ, അല്ലാതെ വീട്ടിൻ്റെ അടുത്ത് ഓടൂലുണ്ട്, പരിപാടി ഓടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിളമ്പി കൊടുക്കാൻ പോവാട്ടെ ഞാൻ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ അറിയാലോ, ഉച്ചക്ക് ഞാൻ കാണിച്ചിരുന്നു. ചാറുണ്ട്, ചിക്കൻ ഫ്രൈ ആണ്, ചെമ്മീൻ ഒലത്തിയതാണ്, ചെമ്മീനും അച്ചിങ്ങയും കൂടി വെച്ചതാണ്, ബീഫ് ഇതാടുമാണ്, മീൻ വറുത്തതുണ്ട്, അച്ചാറുണ്ട്. നമുക്ക് ഞങ്ങളുടെ നാട്ടുകാരന് ആദ്യം കൊടുക്കട്ടെ. കുമ്പളങ്ങയും മാങ്ങയും കൂടി മഞ്ഞക്കിളി എല്ലാരും കൂടി കൂടി പറഞ്ഞിരുന്നെങ്കിലേ അയ്യോ കഷ്ണം വേണ്ടല്ലോ. ഗുണമുള്ള സാധനം കുമ്പളങ്ങ. മീൻ വറുത്ത ഇട്ട് കൊടുക്കാം. ആഷ്ലിക്ക് തല മതി തല വേണ്ട, ഒരു വാലിട്ട് കൊടുക്കാം. ആഷ്ലിക്ക് വാലിക്ക് കൂടുതലാണ്. യൂസിന് നടുവേദനയാണ്, നടുവിരിക്കട്ടെ. എന്റെ മോന് വാല് കൂടുതലാട്ടാ, കാരണം ഒരു വാല് ചെറിയ വാലൊക്കെ കൊടുക്കാം. ഇതാല് വേണ്ടാത്തവരൊക്കെ ഇതാല് വേണം. വേണ്ടല്ല അടുത്തത് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഞാൻ ഈ പ്രാവശ്യം വേവിച്ചിട്ടാണ് വറുത്തത്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ് സംഭവം. നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ വറുത്തേക്കണത്. സിൻഡ്രിക്ക് ചിക്കൻ എടുത്തിട്ട് ചാടിക്കണല്ലോ. കട്ട് മെനുവിന് പിന്നെ ചിക്കൻ ഇഷ്ടമല്ല കേട്ടാ, എന്നാലും കൊടുക്കാനുണ്ട് ഇഷ്ടം. ചെമ്മീൻ ചെമ്മീൻ വേണം. ഇത് ചെമ്മീൻ്റെ ആളാണ്. ആഷ്ലിക്കൊക്കെ ചെമ്മീൻ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. വേണം ആശുപത്രിക്ക് ചെമ്മീൻ. ഇതിന് ചെമ്മീൻ ഇഷ്ടമല്ല. മെനുവിന് ഇത്തിരി കൊടുത്താൽ മതി. ഇനി ചെമ്മീനും അച്ചിങ്ങയും കൂടി ഒരു പച്ചക്കറി കൂട്ടും. ഞാൻ തീർത്തോളാം. അച്ചിങ്ങ ഇട്ടേ മോനെ. ഇനി അച്ചാറിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കഷ്ണം അച്ചാറ്. അപ്പൊ എത്ര കറി ഉണ്ടെന്ന് എണ്ണിക്കേ? 1 2 3 4 5 6 7. അച്ചാർ വേണ്ടേ? അപ്പൊ മക്കളെ
സ്റ്റാർട്ട് ചെയ്തോ. റെഡി 1 2 3 കഴിച്ചോ. ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേക്കട്ടോ. ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് തിന്നാനൊക്കെ തിന്നി. ഞാൻ കഴിക്കാം. വെള്ളം വേണോ? അപ്പൊ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ട? എങ്ങനെ ഉണ്ടായി ഫെലിക്സ്? അപ്പൊ എല്ലാവരോടും കൂടി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഗുഡ് നൈറ്റ്. Bye bye. Bye bye. Shubha.